ഒന്നും അടയ്ക്കാതിരിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാത്തൊരു കാര്യം എന്തിനാ ഞാൻ എടുക്കുന്നത്? അപ്പൊ അവിടുന്ന് കല്ലം കണ്ട് ഓർഡർ ചെയ്താൽ ബുദ്ധയുടെ കല്ല് 80,000 രൂപ കല്ല് ഓർഡർ ചെയ്തത്. ആക്ച്വലി 75,000 കല്ല്, 5,000 രൂപ ഷിപ്പിംഗ് ചാർജ്. ഹലോ മച്ചമരെ, പുതിയൊരു എപ്പിസോഡ് നിങ്ങൾ സ്വാഗതം മച്ചമരെ. നിങ്ങളിപ്പോൾ 2 ദിവസം മുന്നേ ട്രെയിലർ കണ്ടാണല്ലോ, കുറേ പരിപാടികളൊക്കെ അതിനകത്ത് ഉണ്ട്. അതിനുള്ള വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ ബിഹൈൻഡ് ദ സീൻ തൊട്ടുള്ള എല്ലാ വീഡിയോസിലും കാണും. രണ്ടാമത്തെ കാര്യം, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീട്ടിലെ ആ ചേച്ചിക്ക് പണ്ട് തൊട്ടേ എന്നെ അറിയാം. അതുകൊണ്ട് ഒരിക്കലും നടക്കത്തില്ല. പുള്ളിക്കാരുടെ ഹസ്ബൻഡാണ് പ്രാങ്ക് നമുക്ക് തന്നേക്കുന്നത്. പുള്ളിക്കാരുടെ ബർത്ത്ഡേ സംഭവം എന്ന് വെച്ചാൽ ബുദ്ധൻ ഇരുന്ന കല്ല് നമ്മൾ വിൽക്കാൻ പോകും. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി, ബുദ്ധൻ ഇരുന്ന മരയുടെ ഒരു ഭാഗം ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് ഫോണിനകത്താണ്. ക്യാമറ വെക്കാൻ പറ്റത്തില്ല. കാര്യം അവരുടെ വീടിൻ്റെ മതിലിന് ഇച്ചിരി ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല ക്യാമറമാൻ അടക്കം ഇന്ന് ഫീൽഡിലുണ്ട്. ഫീൽഡിൽ ഇറങ്ങി ഫീൽഡിലാണ് നിന്നാണ് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്ന നമ്പർ ഉണ്ട്, ഇത് നമ്മുടെ കമന്റ് ബോക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഞങ്ങളുടെ ടീമും വന്ന് പ്രാങ്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, നമ്മൾ വരും. അപ്പം അബി, ഇന്ന് ഫുള്ള് നിന്റെ ഇല്ല. താങ്ക് യു. നീ വേണം ഏറ്റെടുത്ത് ചെയ്യാം. മാക്സിമം നോക്കാന്നല്ല, ചെയ്യും. ഓക്കെ ഗൈസ്, അല്ലെ കാരമൽ ഹൗസ് ഇവിടെ ആണോ? കർമ്മൽ ഹൗസ് അല്ലേ? എന്ത് വിളിക്കോ? കർമ്മൽ ഹൗസ് അല്ലേ? അതിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി ആണേ. 80,000 രൂപയാണ്. ഇത് ഒരു ബുദ്ധ സ്റ്റോൺ ആണ്. നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്താണ്? ബുദ്ധ സ്റ്റോൺ അല്ലോ. 80,000 രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി. ബുദ്ധ സ്റ്റോൺ എന്ത് ഓർഡർ ചെയ്താണ്? എന്നാണ് ബുക്ക് ചെയ്ത്? ഏകദേശം 10th മാർച്ച് എന്ത് ബുക്ക് ചെയ്തായിരുന്നു? ബിൻസി. ഇത് കാരമൽ ഹൗസ് അല്ലേ? അത് തന്നെ 10th മാർച്ച് ഓർഡർ ചെയ്തായിരുന്നു. ഇതാണ് ആരാഴ്ച ഞങ്ങൾ ഇവിടെ എക്സ്പോർട്ടിൻ്റെ കമ്പനിയുടെ ഷിൻകുണി എക്സ്പോർട്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. അവിടെ നിന്ന് നമുക്ക് പേരിൻ്റെ പേരൊന്നും നോക്കാൻ പറ്റില്ല. ഇതിപ്പോൾ തിരിച്ച് റിട്ടേൺ അയക്കാൻ പറ്റത്തില്ല. അഡ്രസ് അല്ലേ? കാരമൽ ഹൗസ് അല്ലേ നിങ്ങളുടെ? ഓക്കെ. കാരമൽ ഹൗസ് നല്ലകുളം വെട്ടിത്തിട്ട PO ആണ്, പെറുവന്തൂർ. തിരിച്ച് റിട്ടേൺ അടിക്കാൻ പറ്റത്തില്ല. അപ്പം എന്തോരം തിരിച്ചയക്കാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ പൈസ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചത്, അവിടുന്ന് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് എടുത്ത് അവർ തരുമെന്ന് പറഞ്ഞിട്ട് തന്നെ. ഇത് നമുക്ക് റിട്ടേൺ ഇല്ല സാധനം. ഇത് നേപ്പാളിലാണ് വന്നേക്കുന്നത്. നേപ്പാളിൽ നേരെ ന്യൂഡൽഹി, അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സംഭവമാണ്. സൊണോലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഒന്ന് ചെയ്യണം. നിങ്ങളിപ്പോൾ ക്യാഷ് വന്നേരം നമുക്ക് പോണത്. റിട്ടേൺ അയക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, നമുക്ക് ഡയറക്റ്റ് അഡ്രസ്സാണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് അഡ്രസ്സ് വന്നിരിക്കുന്നത്. അല്ല, നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ കറക്റ്റ് അഡ്രസ്സ് വരുമായിരുന്നോ? എടാ, ഇതൊന്ന് മാറ്റി വെക്കണം. പൈസ മാറ്റുന്നെങ്കിൽ നമുക്ക് പോരുത്. ബുദ്ധ സ്റ്റോണാ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഐശ്വര്യമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ എന്താ സ്റ്റോണൊക്കെ കണ്ട? ബുദ്ധ സ്റ്റോൺ അല്ലേ? രാജവാക്ക് കാരണം ഇവിടെ സൈൻ ചെയ്തിട്ട് ആ എമൗണ്ട് ഒക്കെ നിർത്തിനാടാ. ഇവിടെ സൈൻ ചെയ്തോ? സൈൻ ചെയ്ത് അല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതല്ല, പൈസ ഇട്ട് നമുക്ക് പോകാനും പറ്റത്തില്ല കേട്ടോ. അത് വേറെ കാര്യം. ഇല്ലേ, എൻ്റെ പെണ്ണുങ്ങളോട് അരഞ്ഞാണം വിട്ടിട്ടാണ് നമ്മളെ ഈ പൈസ ഒക്കെ തൊട്ടിട്ട് നമ്മൾ കൊടുത്തതൊക്കെ ചെയ്യാൻ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മെസ്സേജ് വന്നില്ലെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഓർഡർ വന്നു, ഞങ്ങൾ ആ പൈസ കൊടുത്തിട്ടാണ് അത് വാങ്ങിച്ചത്. ഇത് പുല്ലൊന്നല്ല, ഇത് ഞങ്ങൾ കൊല്ലത്തുനിന്നാണ് വരുന്നത്. ഇത് ഞങ്ങൾ ന്യൂഡൽഹിയിൽ നിന്ന് ഈ സംഭവം നേപ്പാളിൽ നേരെ ന്യൂഡൽഹി വരും. ന്യൂഡൽഹിയിൽ നിന്നാണ് ഞങ്ങൾക്ക് നേരെ ഡയറക്റ്റ് ഇവിടെ കൊല്ലത്താണ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം പൈസ തന്നില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പറ്റും. പൈസ തന്നേ പറ്റും നമുക്കിത്.
ഇല്ലെങ്കിൽ ഇത് വേറെ നല്ലൊരു വിഷയമായിട്ട് മാറും. കാരണം എന്റെ കയ്യിൽ പൈസ വെക്കൊണ്ടിരുന്നേ. അല്ല എന്റെ കയ്യിൽ പൈസ വെക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതിപ്പോ എന്റെ കയ്യിൽ പൈസ ആ പൈസ തന്നാൽ ഞങ്ങളത് പൊക്കോളാം, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ പൈസ നമ്മൾ പൈസ കൊടുത്തിട്ടാണല്ലോ അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. അതല്ലേ ഇവിടെ നിന്നല്ല, നേപ്പാളിൽ നിന്ന് വന്ന സാധനം അത്. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കാതെ സമയമില്ല, എങ്കിൽ പോകണം. നിങ്ങൾ ആരെയെന്ന് വെച്ചാൽ വിളിക്കുക. ഞങ്ങൾക്ക് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പറയുന്നത്. സംസാരിച്ചോണ്ട് നോക്കിക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഡെലിവറി ഉള്ള ഇവിടെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് പൈസ വേണം. അല്ല ഞങ്ങൾക്ക് പൈസ കിട്ടി വരും. കാരണം ഞങ്ങളിപ്പോൾ പൈസ കൊടുത്തില്ല, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ, നിങ്ങൾ അതിനുള്ള ഓപ്ഷൻ പറ. എന്നെ പെണ്ണുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ പൈസ കൊടുത്ത്. ഞാനിപ്പോൾ അവളുടെ അടുത്ത് ഞാൻ എന്ത് പറയും? വിഷയം കേട്ടോ. ഞാൻ നമുക്കിവിടെ ലോക്കൽ ആൾക്കാരൊക്കെ ഉള്ള ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വീട്ടിൽ കയറി ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അത് അല്ല വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറി. അല്ല സീരിയസ്ലി പറഞ്ഞാൽ നമുക്കല്ല. കാരണം ഈ പൈസയ്ക്ക് വേണ്ടി നമ്മൾ ഈ പൈസയ്ക്ക് വേണ്ടിയാണ് നടക്കുന്നത്. കാരണം നമുക്ക് 2 ഫാമിലീസ് ഒക്കെ ഉള്ളത്, നമുക്ക് 2 പിള്ളേരുള്ളതാണ്. അവരെ നമ്മളെ സ്കൂളിലൊക്കെ വിട്ട് നമ്മളൊക്കെ നോക്കി കൊടുക്കുന്നൊക്കെ വരാം. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എനിക്കിതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ സൈൻ ചെയ്തിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പൈസ തരുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിത് ഓർഡർ ചെയ്തില്ല, എനിക്കറിയത്തില്ല. എന്റെ പേര് എനിക്കറിയാത്തൊരു സാധനം വന്ന് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ 80,000 രൂപ കൊടുക്കാൻ എന്റെ ഉണ്ടോ? ഇതിപ്പോൾ നമ്മളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മാഡം. പെട്ടെന്ന് അവിടെ മാഡം നമ്മൾ വേറെ ഡെലിവറി ഉള്ളത് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇരിക്കുക. പാഴ്സലാണൊക്കെ വേണ്ടി വണ്ടിക്കകത്ത് പാഴ്സലൊക്കെ ഇരിക്കുന്നു. എനിക്ക് വേറെ സാധനമുണ്ട്. ഓഫീസിലോട്ട് വിളിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ? അവര് ഓഫീസിലോട്ട് വിളിച്ച് നോക്കുന്നു. റിട്ടേൺ ഓപ്ഷൻ ഇല്ലടാ. എന്ത് ചെയ്യാൻ പറ്റില്ല? അത് നമ്മളെ ഫണ്ട് ഇറക്കുകയും ചെയ്തില്ലേ? എന്താ ചെയ്ത പെട്ടെന്ന് സൈൻ ചെയ്ത് നിങ്ങൾ ഗൂഗിൾ പേ ആണോ പൈസ വെച്ച് എന്താ ചെയ്യും? ഇതിൽ വെള്ളം കൊണ്ടു. നമ്മൾ കേസ് കൊടുക്കും. നമ്മൾ കേസ് ഫയൽ ചെയ്യും. നമുക്ക് അല്ല അതിനുള്ള വേറെ ഓപ്ഷൻസും ഉണ്ട്. നമ്മൾ ചേച്ചി ചോദിച്ചു നോക്കട്ടെ, ചേട്ടാ കഴിച്ചാണോ? ചോദിച്ചു, നിങ്ങൾ ചോദിച്ചു നോക്ക്. അപ്പുറത്തോടെ ഡെലിവറി മല്ലി വെള്ളം മേഡം, നമുക്ക് ഇത് കല്ലിന്റെ ഓർഡർ മാത്രമേ വരത്തുള്ളൂ. ഈ സ്റ്റോണിന്റെ ഓർഡർ മാത്രമേ വരുന്നുള്ളൂ. കാരണം നമ്മുടെ നമുക്ക് ഒരു എക്സ്പോർട്ടിങ് കമ്പനിയാണ്. ശിങ്കുണി എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞ കമ്പനിയാണേ. ശിങ്കുണി എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ അവിടുന്ന് കല്ലെങ്ങാണ്ട് ഓർഡർ ചെയ്തായിരുന്നു. ബുദ്ധയുടെ കല്ല്. ബുദ്ധയുടെ കല്ല് ഓർഡർ ചെയ്ത്. ഇവിടുന്ന് മറ്റേ ബിൻസി മാത്യു വരില്ലേ? ബിൻസി കാരമൽ ഹൗസ് അല്ലേ? കാരമൽ ഹൗസ് ചേട്ടനല്ലേ? ബിപിൻ വർഗീസ് ചേട്ടനല്ലേ? ഒരു കല്ല് ഓർഡർ ചെയ്തായിരുന്നു. ഇവരെ കണ്ട് അവിടെ ഓർഡർ ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ 80,000 രൂപയാണ് എൻ്റെ റേറ്റ് വന്നേക്കുന്നത്. 80,000 രൂപയുടെ കല്ല് ഓർഡർ ചെയ്തേക്കുന്നത്. 75,000 കല്ല്. 5,000 രൂപ നമ്മുടെ ഷിപ്പിംഗ് ചാർജ്. പൈസ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ ഞങ്ങൾക്ക് സമയമില്ല കേട്ടോ. നിങ്ങൾ പൈസ സമയത്ത് തന്നാൽ ഞങ്ങൾക്ക് പോകണം. ഞങ്ങൾക്ക് ഗൂഗിൾ പേ ആണോ ക്യാഷ് ആണോ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് പോകണം. പോയിട്ട് ഇഷ്ടംപോലെ പരിപാടി ഉള്ളത്. ഇത് എന്തൊരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ വിഷയം ഞാൻ വിളിക്കട്ടെ. ഞാൻ അവന്മാരെ എനിക്ക് ദേഷ്യം വരുന്നത് കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറയും. എനിക്ക് വേറെ ഇത് പോകാനുള്ള എനിക്ക് എത്രയൊക്കെ ഓർഡർ ഉള്ളത്. നിങ്ങൾ ചുമ്മാ അടങ്ങിയിരിക്കാൻ പറയാം. ഒന്നീ പൈസ നിങ്ങൾ ക്യാഷ് ആണോ ഗൂഗിൾ പേ ആണോ നിങ്ങൾ പറ. അല്ല അവിടുന്ന് പോകുന്നില്ല. ഞങ്ങൾ പോകുന്നില്ല. ഇവിടുന്ന് ഞങ്ങൾ അവിടെ ഇരിക്കുക. പൈസ തന്നാൽ ഞങ്ങൾക്ക് പോകാം, പെട്ടെന്ന് പോകാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയാം. ഞങ്ങൾക്ക് എത്ര ഡെലിവറി ഉള്ളതാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടേ? എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊണ്ടിരിക്കുക. ഞാൻ എന്തോ ചെയ്യാൻ പറ്റും? നീ പറ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഞാനിപ്പോൾ എന്തോ ചെയ്യും? ഞാൻ പോയി വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നാമതേ ഈ ലോണിൻ്റെ പുറത്ത് ലോണാണ് മൊത്തം. ഒരു മര്യാദ കാണിക്കണ്ടേ? ഇത്രയും നേരം ഞാൻ മാനമായിട്ട് കാര്യം പറഞ്ഞിട്ടിരുന്നു. ഞാൻ വേറൊരു കാര്യം പറയാം. ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വേറെ വിഷയമാണ്. ഇവിടെ ഞാനുള്ള കാര്യം ഞാൻ പറയാം. ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ അതിപ്പോ നിങ്ങൾ അത് ഞാൻ നാട്ടുകാരെ വിളിക്കുന്നതല്ല ഞാൻ പറയാം. ഞാൻ പുറത്തുനിന്നുള്ള ആൾക്കാരെ വിളിക്കും. ഞങ്ങളുടെ കമ്പനി നല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർ വന്ന് ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നല്ല പ്രശ്നമായിട്ട് മാറുന്നത്. ഞങ്ങൾ കൊടുത്തില്ല, പൈസ കൊടുത്തു. നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ പൈസ കൊടുത്തു. ഞാൻ ഇപ്പൊ ആ പൈസ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ പറയാം. ആ പൈസ ഞങ്ങൾ എന്ത് ചെയ്യും? അത് കസ്റ്റമറുടെ ഞാൻ പറയുന്നത് ഞങ്ങൾ അവിടുന്ന് ഓൾറെഡി ഇത് വാങ്ങിച്ചിട്ടാണ് വരുന്നത്. അവിടുന്ന് ഈ സാധനം പ്രൊഡക്റ്റ് നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ഈ നേപ്പാളിൽ വരുന്ന സാധനം നമ്മൾ പൈസ കൊടുത്ത് നടക്കുന്നത്. ഇത് റിട്ടേൺ ഓപ്ഷൻ ഇല്ല. അത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് സാധനം.
വേണമെങ്കിൽ അത് പൊട്ടിച്ച് നോക്ക്, നമ്മളത് പൊട്ടിച്ച് നോക്കുന്നത്. എനിക്ക് പൊട്ടിക്കണ്ട. അത് പൊട്ടിച്ച് നോക്ക് എന്തായാലും. ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ നിങ്ങൾ പണ്ട് പൊട്ടിച്ച് നോക്ക്. സമയം ഇഷ്ടം. എന്റെ ദൈവം 3:30 അടുത്ത ഓർഡർ കൊടുക്കണം. അവർ വിളിച്ചോടെ അവിടെ റോഡിൽ ഇറങ്ങിയിരിക്കുക. ഒരു കസ്റ്റമർ റോഡിൽ ഇറങ്ങിയിരിക്കുക. ഞങ്ങൾ പോകണേ റോഡിൽ നടുക്ക് കയറിയിരിക്കുക. അവരിപ്പം അവരൊരു വട്ട് ചേർക്കാനാവും. ഈ ക്ലൈമറ്റിൽ ഞങ്ങൾ കുറെ അലഞ്ഞു വേണം, അതുകൊണ്ടാണ്. പപ്പ ഇത് പൊട്ടിക്കരുത്. പപ്പയുടെ തലയിലാവും. ദൈവത്തിനാ സത്യം പപ്പയെ പൊട്ടിക്കരുത്. അല്ല പൊട്ടിച്ചാലും പൈസ തന്നേ പറ്റൂ. ഞാൻ പൊട്ടിക്കത്തില്ല. പൊട്ടിച്ചാലും പൈസ തരാം. വേണം ഞാൻ പറയാം, പൊട്ടിച്ചാലും പൈസ വേണം. അത് വേറെ കാര്യം. അത് എന്താ നിങ്ങൾ പൊട്ടിക്കായിരിക്കും നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഞാൻ പൈസ കൊടുക്കുന്നത് പൊട്ടിക്കുകയും ചെയ്തില്ല. എന്നൊരു കാര്യം ചെയ്യും, വണ്ടിയുടെ ചാവി ഇട്. അല്ല ആ കാറിന്റെ ചാവി ഇട്. കാർ ആരാ വരില്ല. അത് കുഴപ്പമില്ല, ലോഡ് ഞങ്ങൾ അടച്ചോളാം. ബാക്കി 80,000 ഇല്ലേ അടച്ചിട്ട് ഞങ്ങൾ വാക്ക് അടച്ചത് പൊളിച്ചിട്ടോളാം. ഞങ്ങൾ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ 3 ലക്ഷം രൂപ കിട്ടും. എല്ലാം ഈ കാരണം ഞങ്ങൾ ഇന്നും തന്നെ തുടങ്ങിയതല്ല. ഇത് ഏകദേശം ഒരു 6-7 വർഷമായിട്ട് തുടങ്ങിയ സംഭവം. ഇത് ഏകദേശം ഒരു 150 വർഷം പഴക്കമുള്ള സാധനമാണ്. പൊട്ടിച്ചാലും പൈസ തരണം. അത് വേറെ കാര്യം. നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യുക. ഇനിയിപ്പോൾ ഒന്നുകിൽ വണ്ടി തരിക, എന്തായാലും ചെയ്യുക, പൈസ അയക്കുക. ഗൂഗിൾ പേ അല്ലെ ക്യാഷെങ്കിൽ ക്യാഷ്. സമയമില്ല മേഡം. ഇതാണ് 3:30. ഇനി സമയമില്ലേ? ഞങ്ങൾ സത്യമായിട്ടും പോകണം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു കാര്യം ചെയ്യും, വീടിൻ്റെ ചാവി ഇട്. വീടിൻ്റെ ചാവി ഇട്. വീടിൻ്റെ മറ്റേ വണ്ടിയുടെ ചാവി ഇട്. സംസാരിക്കാൻ സമയമില്ല മേഡം. നോക്കിക്കല്ലേ, സമയമില്ല. നിങ്ങൾ പൊട്ടിച്ചാലും പൈസ തരണം. അത് വേറെ കാര്യം. നിങ്ങളത് പൊട്ടിച്ച് നോക്ക്. നല്ലതല്ലാതെ നിങ്ങൾ എടുക്ക്. ഇല്ലെങ്കിൽ എടുത്ത് കളാം. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഗോൾഡൻ ബുദ്ധൻ സ്റ്റാർ ആയിരിക്കും. ഒരു കാര്യം ചെയ്യും, ഞങ്ങളെ പൊട്ടിച്ചാൽ നോക്കട്ടെ. അല്ലെങ്കിൽ പൊട്ടിച്ചാലും പൈസ ഒന്നും പറ്റും. അല്ല പൊട്ടിച്ചാലും പൈസ ഒന്നും പറ്റും. റിട്ടേൺ ഓപ്ഷൻ ഇല്ല. അതിനകത്ത് പൊട്ടിച്ചാലും പൈസ തന്നേ പറ്റൂ. അതല്ലേ പൊട്ടിച്ച് കാണിക്കാം. അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പൊട്ടിച്ചോളൂ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. മാണിയൊക്കെ വെച്ചോറേ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് നമ്മുടെ ബിബിനസസ് എന്ന പ്രാങ്കിൻ്റെതായിട്ട് വിൻസി ചേച്ചിയുടെ ബർത്ത്ഡേ നമ്മളൊന്ന് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാൻ പോവാണ്. ഇന്ന് നമ്മുടെ അഭി നമ്മളോട് സഹായിക്കാനുണ്ടായിരുന്നു. ചേച്ചി ഇവനായിരുന്നെങ്കിൽ ഞാനായിരുന്നെങ്കിൽ കണ്ടുപിടിക്കത്തില്ലേ, അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും എന്തേലും പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. പ്രാങ്കിൻ്റെതായിട്ട് പറയുന്നതാ. എല്ലാവരും ഫാമിലി കമന്റ് വരും. ഓ ഫാമിലി ഫുള്ള് നല്ല രീതിയിൽ നമ്മുടെ കോപ്പറേറ്റ് ചെയ്ത് ഇത് നമുക്ക് സക്സസ് ആക്കാൻ പറ്റി. ചേച്ചി വിജയകരമായ ഒരു സംഭവം. ഇപ്പം നിങ്ങൾ ഈ അതിനകത്ത് കാണുന്ന ഈ ട്രെയിലർ ഉണ്ടല്ലോ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് പ്ലാനിലുണ്ടായിരുന്നത് ഇങ്ങനെ പോകുന്ന വ്ളോഗ് എടുക്കണം, BTS എടുക്കണം എന്നൊക്കെ. ഇനി തൊട്ട് എല്ലാത്തിൻ്റെയും BTS ഇതൊക്കെ കാണും. ഗൈസ് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇത് എനിക്ക് ഭാര്യമാരെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഈ കേരളത്തിൽ ഏത് മൂലയ്ക്കിരുന്നാലും ഞങ്ങളുടെ ടീം വന്ന് അടിപൊളിയായിട്ട് പറ്റിക്കുന്നതായിരിക്കും. ഈ കാണുന്ന നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇനി അഭിയും ഇവരെയൊക്കെ പ്രതീക്ഷിക്കാം. ഒരുപാട് ആൾക്കാർ കൂടെ കാണും. ഗൈസ് അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ. ഒരു ബൈ പറഞ്ഞു. ബൈ ബൈ. കുറി വെച്ച വീഴും.